ഹലോ ഗൈസ്, എല്ലാവർക്കും രജനീസ് വേളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മില്ലറ്റ് ദോശയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടത് നമ്മൾ ഒരു ഗ്ലാസ് മില്ലറ്റ് എടുത്താൽ അതിൽ 1/3 നമ്മൾ ഉഴുന്ന് പരിപ്പ് ചേർക്കാം. പിന്നെ ഒരു ടീസ്പൂണ് ഉലുവ ചേർക്കാം. ഉലുവയും കൂടി ചേർത്താലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മില്ലറ്റിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരു നേരമെങ്കിലും മില്ലറ്റ് കഴിക്കും. കാർബോഹൈഡ്രേറ്റ്സ് ഭയങ്കര കുറവാണ്. ഷുഗറുകാർക്ക് ഏറ്റവും ബെസ്റ്റാണ്. ഷുഗർ കൺട്രോളാക്കാൻ പറ്റും. വിശക്കില്ല. വരുമ്പോൾ ഒരു 2 ദോശ കഴിച്ചാൽ കുറേ നേരത്തേക്ക് വിശക്കില്ല. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. എല്ലാം ഞാൻ പറയുന്നില്ല. നമ്മളിത് ഓവർനൈറ്റ് കുതിർത്താൻ വെച്ചിട്ടുള്ള മില്ലറ്റാണ്. അത് അരയ്ക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ഒരു 1/3 അവിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അത് കൂടാതെ നമ്മളത് അരയ്ക്കുമ്പോൾ അതിനകത്ത് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താൽ ആ മില്ലറ്റ് നല്ലപോലെ അരയണം. അപ്പോൾ മിക്സി മാവ് ചൂടായി വരുമ്പോൾ നന്നായി പൊങ്ങില്ല. അതുകൊണ്ട് നമ്മൾ നല്ലപോലെ അരച്ച് വയ്ക്കുമ്പോൾ അപ്പോൾ തണുപ്പ് വരാനായിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ചേർക്കുന്നത്. അപ്പോൾ എന്നിട്ട് പൊങ്ങാൻ വെച്ച് ഒരു 4 മണിക്കൂർ പൊങ്ങാൻ വെച്ചു. നല്ലപോലെ ഇങ്ങനെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ദോശ ഉണ്ടാക്കാം. നല്ല കനം കുറച്ച് ദോശ ഉണ്ടാക്കാൻ പറ്റും. ഇത് സാധാരണ അരിദോശ പോലെ തന്നെ ടേസ്റ്റാണ്. കുറച്ച് നെയ്മയൊക്കെ ഒഴിച്ച് നമ്മൾക്കത് മൊരിയിച്ചെടുത്താൽ അരിദോശയെ വെല്ലുന്നതായിട്ട് ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് പറ്റിയൊരു ചമ്മന്തി ഉണ്ട്. എൻ്റെ അമ്മ ചെറുപ്പകാലത്ത് എപ്പോഴും ഉണ്ടാക്കി തരുന്ന ചമ്മന്തിയാണ്. അതെന്തായാലും നിങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കാൻ തോന്നുന്നില്ല. കാരണം നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് കറിവേപ്പില വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒരു ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് മൊരിച്ചെടുത്ത് നല്ല ബ്രൗൺ നിറായി കഴിഞ്ഞാൽ നമ്മളത് സിമ്മിലാക്കിയിട്ട് 1 ടീസ്പൂൺ ഇടിച്ച മുളക് പൊടി ഇട്ടിട്ട് അത് നല്ലപോലെ മൊരിഞ്ഞ് വരുമ്പോൾ കരിയാതെ മൊരിച്ചെടുക്കണം. സിമ്മിലിട്ടിട്ട് മൊരിച്ച് വരുമ്പോൾ നമ്മളതിൽ ഒരു കഷ്ണം പുളി ഇട്ടിട്ട് ചെറിയ പുളി, ഒരുപാട് പുളിയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് പുളി, ഉപ്പ് ഇട്ട് നമ്മളത് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ അരയ്ക്കാം. കിഡു ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ ദോശയും സാമ്പാറും സാധാരണ അരിദോശയെക്കാളും വെല്ലുന്നതാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അമർത്തുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.